ഞാൻ ഈ വർഷം തൊട്ട് നന്നാവാൻ തീരുമാനിച്ചു. നന്നാവാനല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നന്നാവലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു സിനിമകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാം, ഡയറക്ഷനിലോട്ട് കിടക്കാം, പ്രൊഡക്ഷനിലേക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോ അതൊക്കെ ഉള്ളത് കൊണ്ട് സിനിമയുടെ എണ്ണം കുറക്കാന്നുള്ള രീതിയിൽ എണ്ണം കുറച്ചു. എണ്ണം കുറച്ചപ്പോഴേക്ക് എണ്ണം കുറഞ്ഞു. അതിന്റെ വരവും സാധാരണ ഒരു വരവുണ്ടാവുമല്ലോ, ആ വരവ് പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞല്ലോ. ഇനിയിപ്പോ അപ്പൊ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ പറയും ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയാണ്. പക്ഷെ വലിയ ഗ്യാപ്പല്ല, ഒരു ചെറിയ. പണ്ട് ഒരു വർഷം 30 സിനിമ, ഇപ്പൊ എത്ര എണ്ണം കുറഞ്ഞു? ഇപ്പൊ ഒരു 15 സിനിമ, നേർപകുതി. പക്ഷെ മലയാളത്തിൽ ഒരു പ്രധാന നടൻ ഉണ്ടാക്കുന്ന അത്ര സമ്പാദ്യം ഈ 3-4 വർഷം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയില്ല, ധ്യാൻ ശ്രീനിവാസൻ. പക്ഷെ ഞാൻ അതിനനുസരിച്ച് പണിയെടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ പിന്നെ ഞാൻ ഒന്നും വിടാറില്ല. ഇനോഗ്രേഷൻ തൊട്ട് പരസ്യങ്ങൾ എല്ലാം. കാരണം ഇതൊക്കെ എന്താന്ന് വെച്ചാ ഇതൊക്കെ ഒരു സമയത്തെ നമുക്ക് വരുള്ളൂ. നാളെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിന്ന് കഴിഞ്ഞാൽ ഈ പരസ്യവും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമകളൊന്നും വന്നില്ലെങ്കിലോ. ഈ 4 വീടും പെൻസുകാരൊക്കെ മേടിക്കുമ്പോഴും ധ്യാൻ ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രം. അത് അല്ല, പൊതുവെ എനിക്ക് വേഷവിധാരണത്തോട് വലിയൊരു പൊതുവെ ഒരു താല്പര്യം ഇല്ല. ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, കോളേജ് സമയവും പരിപാടിയൊക്കെ. അപ്പൊ പിന്നീട് അങ്ങോട്ട് ലൊക്കേഷനിൽ നിന്നാണ് പല പരിപാടിക്കും പോയിരുന്നത്. അപ്പൊ ഞാൻ വന്നിരുന്ന ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനിൽ കിട്ടുന്ന കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഞാൻ മിക്ക പ്രോഗ്രാമുകൾക്കും ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നതൊക്കെ. കാരണം മിക്ക പ്രൊമോഷൻ നമ്മളെടുത്ത പല പ്രൊമോഷൻ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് മിക്കപ്പോഴും രാവിലെ അല്ലെങ്കിൽ ഉച്ചവരെ ഷൂട്ട് ഉണ്ടായിട്ട് ഞാൻ അവിടുന്ന് അങ്ങോട്ട് വരലായിരുന്നു പതിവ്. അപ്പൊ പിന്നെ അവിടുന്ന് കിട്ടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് പോക്കായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റ്യൂം തരുമല്ലോ. അപ്പോൾ കോസ്റ്റ്യൂം തരുമ്പോൾ തന്നെ രാവിലെ നമ്മൾ, കാരണം ഞാൻ വലിയ സൂട്ട് കേസും പെട്ടിയൊക്കെ ആയിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നടന്മാരായിക്കോട്ടെ, പ്രധാന നടന്മാരൊക്കെ വലിയ പെട്ടിയും വലിയ സൂട്ട് കേസൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഡ്രസ്സൊന്നും ഇവർക്ക് ഉപയോഗിക്കാനുള്ള സമയമില്ല. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ റൂമിൽ ഇടാൻ കണ്ടിട്ടുന്ന ഒരു ലുങ്കിയോ ഒരു ടീഷർട്ടോ കരുതിയാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പോയി കഴിയുമ്പോൾ ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഈ പറയുന്ന ഡ്രസ്സൊക്കെ കിട്ടും. അപ്പൊ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലുങ്കിയും ഒരു ബനിയനും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ കിടക്കുമ്പോൾ ബനിയനും ഒരു ലുങ്കിയും ഒരു ബനിയനും വെച്ചാണ് ഇപ്പൊ ഷൂട്ടിംഗ് സെറ്റിൽ പോണത്. ലിറ്ററലി ഭയങ്കര സിമ്പിൾ ആയിട്ടോ. അത് ഭയങ്കര സിമ്പിളായി. അല്ല, സിംപ്ലസ്റ്റ് ലെവൽ ഓഫ് പ്രാക്ടിക്കാലിറ്റി. അതും ശരിയാണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള. കാരണം നമ്മള് ഇത്രയും പെട്ടിയും പരിപാടിയൊക്കെ കൊണ്ടുവന്ന ഇത് എടുത്തുകൊണ്ട് നമ്മളെല്ലാം ഇത് ചുമന്നുകൊണ്ട് വരുന്നത്. കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാവർക്കും എന്തിനാ പണി ഉണ്ടാക്കുന്നത്. അവനത് പാക്ക് ചെയ്ത് എടുത്തു, പിന്നെ ഇത് അലക്കണം, നല്ലൊരു മനുഷ്യൻ ഇത് അലക്കണം, ഇത് ലോണ്ടറിക്ക് കൊടുക്കണം. കാരണം ഈ ലോണ്ടറിക്ക് അടക്കം നീ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലോണ്ടറിക്ക് ഒരു ബാറ്റുണ്ട്, ഒരു പൈസ ഉണ്ട് സിനിമയിൽ, അറിയായിരിക്കുമല്ലോ. അറിയില്ല, പ്രൊഡ്യൂസർ കൊടുക്കുന്ന പൈസയുണ്ട്, ലോണ്ടറി വാഷിംഗ് ബാറ്റ. അപ്പൊ അതൊക്കെ നമ്മൾ ലാഭിച്ചു കൊടുക്കല്ലേ. അപ്പൊ പ്രൊഡ്യൂസർ നോക്കുമ്പോ ധ്യാൻ ചേട്ടന്റെ ചുറ്റും ഒരു ഓറ, ഒരു വലയം. തുണി അലക്കണ്ട, സ്വന്തം വണ്ടിയിൽ വരുമ്പോ തുണി അലക്കണ്ടാത്ത സ്റ്റാർ, ലുങ്കി മാത്രം സ്റ്റാർ. അപ്പൊ എല്ലാം കൊണ്ടും ലാഭമാണ്. കുളിയില്ല, വെള്ളം, ഹോട്ടലുകാർക്ക് വെള്ളം ലാഭം, ധ്യാൻ ലാഭേഷ് എല്ലാം കൊണ്ടും ലാഭമാണ്. അതെ 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 അല്ലേ. പടം തിയേറ്ററിൽ വലിയ ലാഭമില്ല. ഇതൊക്കെ ആ ലാഭം നമ്മള് ഈ ലാഭത്തെ കുറിച്ച് നീ സംസാരിച്ചോണ്ടേ പറയാം. ആ ലാഭം മുൻകൂട്ടി നമ്മൾ കാണണം. ഈ ഇങ്ങനെ ഒരു സിനിമ എന്നെ വെച്ച് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവുമോ എന്നുള്ളത് അത് ചിന്തിക്കേണ്ടത് ഞാനല്ലല്ലോ ചിന്തിക്കേണ്ടത്. എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സിനിമ എടുക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ അവർക്ക് വേണ്ടി ധ്യാൻ ചേട്ടൻ ഒരു സാമ്പത്തിക കച്ചവടം ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് എടുത്തങ്ങ് ഇടും. അതല്ല ഈ മറ്റേ ലോണ്ടറി നമ്മളാൽ കഴിയുന്ന രീതി. പിന്നെ നമ്മൾ സമയം ചുരുക്കൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കുക, എന്തെങ്കിലും ഏതെങ്കിലും ഘട്ടങ്ങളിൽ സിനിമ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മുടക്കോ തടസ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കും, ചാർട്ട് ചെയ്യും, എല്ലാം ചെയ്യും. സുരേഷ് ചേട്ടനൊക്കെ പണ്ട് പടം നിന്ന് പോകുമ്പോ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് അല്ല അത്രയും ബുദ്ധിമുട്ടില് വന്ന പ്രൊഡ്യൂസർമാരും ഇല്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ പരസ്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വരുന്ന നമ്മൾ ചെയ്തിട്ടുള്ള മിക്ക പ്രൊഡ്യൂസർമാരും പുതിയ പ്രൊഡ്യൂസർമാരാണ്. അവരുടെ ഒന്നും തന്നെ പ്രൈമറി
സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ സിനിമയല്ല. അവരൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാകുമ്പോഴാണ് അവരൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അതില് ഒരുപാട് പൈസ അവർ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു കഥ, ഫസ്റ്റ് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടിയാണ് മിക്ക പ്രൊജക്റ്റിന് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. വെച്ചാൽ പ്രൊഡ്യൂസർ ഡയറക്ടർ നമ്മൾ റാപ്പോ ഉണ്ടായി, അവർ ആ കഥയെ ഇഷ്ടപ്പെട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനെ വെച്ച് ചെയ്യണം എന്നുള്ളത്. അതിന്റെ ലാഭവും നഷ്ടത്തിനപ്പുറം അവർ ചിന്തിക്കുന്നത്, അത് ആ ലാഭനഷ്ടം നോക്കാത്തവരാണ് ഞാൻ ചെയ്യുന്ന സിനിമ ചെയ്ത മിക്ക ആൾക്കാർ. കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു അതിനെ പഠിക്കണം, സിനിമ അറിയണം, സിനിമയിൽ വരണം, ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നമുക്കും നല്ലതാണ്. കാരണം അതിൽ നിന്ന് വലിയ ലാഭമൊന്നും കണ്ടിട്ട് വരുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിനിമ ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞ ഒരു ബിസിനസ്സും ഒരു ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിനകത്തൊരു വലിയ ഗാമ്പിളാണ് എടുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ സാറ്റലൈറ്റ്, OTT എന്നൊക്കെ പറയുന്നത് കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് പറഞ്ഞ പോലെ കിട്ടിയാ കിട്ടി, ഓടിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ, ഓടുന്ന ഒരു ഉറപ്പുമില്ല തിയേറ്ററിൽ. ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ ബോധമുള്ളവരും തന്നെയാണ് നമ്മുടെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ തന്നെ. ആരും ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് ഈ സിനിമ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കേണ്ട കാര്യമുണ്ടായിരുന്ന പ്രൊഡ്യൂസർ അവരൊന്നും തന്നെയല്ല നമ്മുടെ സിനിമ ചെയ്തത്. നമ്മുടെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ കോടീശ്വരന്മാരാണ്. അവരിപ്പോഴും 2ാമതും 3ാമതും ഒക്കെ നമ്മളോട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവർക്ക് സിനിമയോടുള്ള ഇഷ്ടവും സ്നേഹവും നമ്മളോടുള്ള ഇഷ്ടവും കൊണ്ട് സിനിമ എടുക്കാൻ വന്നവരാണ് മിക്കവരും. ശരിക്കുമുള്ള സിനിമയിൽ നിന്നും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പൊ വസ്ത്രങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല പറഞ്ഞിട്ട്, പക്ഷെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വസ്ത്രങ്ങളോടൊക്കെ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ. ഞങ്ങൾ ആ വേർഷൻ അധികം കണ്ടിട്ടില്ല. അതായത് നമ്മള് തിര തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പടങ്ങളൊക്കെ ആ പടത്തിന്റെ പ്രൊമോഷൻ വരുന്ന ഒരു ധ്യാനല്ലേ കണ്ടിട്ട്. അപ്പൊ ശരിക്കും ആ വസ്ത്രങ്ങളോടൊക്കെ ഭ്രമം ഉണ്ടായിരുന്നു, ഭയങ്കര ഫാഷൻ ഇൻസ്റ്റ ആയിട്ടുള്ള ഒരു ധ്യാൻ. അതെങ്ങനെയായിരുന്നു ശരിക്കും? ഹെയർ സ്റ്റൈലോട്ടൊന്ന് പറഞ്ഞു തന്നെ. ഇതിന്റെ 2-3 കാര്യങ്ങൾ ആ കാലത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്കും അറിയില്ല. ഓക്കെ, ആർക്കും അറിയില്ല. നമ്മുടെ കോളേജിൽ അനോണിമിറ്റി ഉണ്ട്, ആർക്കും അറിയില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിലൊന്നും നമ്മൾ ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ അവര് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ഈ ഷർട്ടും ഈ പാന്റും ഇട്ടിട്ട് നീ ഇപ്പോ ഇവിടെ വേണം ഇറങ്ങി പോകും. ഓക്കെ, നിന്നെ പ്രത്യേകിച്ച് ആരും ഒന്ന് ശ്രദ്ധിക്കാനോ ഒരു ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ നിന്നെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേഷം ഇട്ടിട്ടാണ് ഞാനൊരു ചെന്നൈയിലുള്ള ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ എവിടെ പോവാണെങ്കിലും എന്നെ ആരും ശ്രദ്ധിക്കില്ല. പോയിട്ട് അവരൊക്കെ ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്ത ഒരിതും ഇല്ലാത്ത ഒരു തോന്നും. നീ ഇട്ടിരിക്കുന്ന ചെരുപ്പായിക്കോട്ടെ, നിന്റെ ഇതായിക്കോട്ടെ, ശ്രദ്ധിക്കില്ല. അപ്പൊ അന്ന് എനിക്ക് ആ അറ്റൻഷൻ എനിക്ക് ആവശ്യമായിരുന്നു. കാരണം അന്നത്തെ ഞാൻ തൽപരാശിയായിരുന്നു. കാരണം വെച്ചാൽ നിന്റെ ആക്ഷന് തന്നെ ഉണ്ടാക്കാം.